അതിതീവ്ര വേനൽ മുന്നറിയിപ്പുകൾ തുടരുന്നതിനിടയിൽ ആലപ്പുഴ ദേശീയപാതയിൽ അമ്പലപ്പുഴ ജംഗ്ഷനിൽ വെയിറ്റിംഗ് ഷെഡ് ഇല്ലാത്തത് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. KSRTC ബസ്സിടിച്ച് തകർന്ന വെയിറ്റിംഗ് ഷെഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളായതോടെ വലിയ ബുദ്ധിമുട്ടിലാണ് ബസ് യാത്രികർ. തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള വെയിറ്റിംഗ് ഷെഡാണ് കഴിഞ്ഞ മാസം 24-ന് KSRTC ബസ്സിടിച്ച് തകർന്നു വീണത്. സംഭവത്തിൽ ആളപായം ഒഴിവായെങ്കിലും അന്നു മുതൽ യാത്രക്കാർക്ക് ബസ് കാത്തു നിൽക്കാൻ മറ്റൊരിടമില്ല. യാത്രക്കാർ തകർന്ന വെയിറ്റിംഗ് ഷെഡിന് സമീപം റോഡരികിലാണ് കാത്തു നിൽക്കുന്നത്. ഈ ബസ് സ്റ്റോപ്പിലാണ് ഹരിപ്പാട്, കായംകുളം, കൊല്ലം ഭാഗത്തേക്ക് ഓർഡിനറി ബസ്സുകളും നിർത്തുന്നത്. അമ്പലപ്പുഴ ക്ഷേത്രം, കോടതി, മെഡിക്കൽ കോളേജ്, PH സെൻറ്റർ, ഗവൺമെൻറ് കോളേജ് എന്നിവിടങ്ങളിലേക്കുള്ള യാത്രക്കാരും തിരുവല്ല ഭാഗത്തു നിന്ന് ദേശീയപാത വഴി തെക്കൻ മേഖലയിലേക്കുള്ള യാത്രക്കാരും ബസ് കാത്തു നിൽക്കുന്നത് ഇവിടെയാണ്. വളരെ അടിയന്തരമായി KSRTCയും അതുപോലെ പഞ്ചായത്തും ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഇത് ശരിയാക്കിയില്ലെങ്കിൽ മഴ വന്ന് ഇനി വരുന്ന മഴയത്ത് പോലും ഈ ജനമെല്ലാം ഇവിടെ ബസ് കാത്ത് നിൽക്കേണ്ടി വരും. അതുകൊണ്ട് അടിയന്തരമായി KSRTCയും പഞ്ചായത്തും ഇതിന് ഇടപെട്ട് ഈ വെയിറ്റിംഗ് ഷെഡ് നിർമ്മിച്ച് ഉടനെ നൽകണമെന്നാണ് പറയാനുള്ളത്. വേനൽ ചൂട് നാൾക്ക് നാൾ വർദ്ധിക്കുമ്പോൾ വെയിറ്റിംഗ് ഷെഡായിരുന്നു യാത്രക്കാരുടെ ആശ്രയം. വെയിറ്റിംഗ് ഷെഡ് പുനർനിർമ്മിക്കുന്നതിനായി പഞ്ചായത്ത്, KSRTC, ജില്ലാ കളക്ടർ എന്നിവരെ നാട്ടുകാരും വിവിധ സംഘടനകളും സമീപിച്ചെങ്കിലും നടപടികളൊന്നും ഉണ്ടായില്ല. ദുരന്ത നിവാരണ അതോറിറ്റിയോ ഗ്രാമപഞ്ചായത്തോ ഇടപെട്ട് ഷാമിയാന പോലുള്ള താൽക്കാലിക പന്തൽ സംവിധാനം ഇവിടെ സജ്ജമാക്കണമെന്നാണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം. അമൃത ന്യൂസ്, ആലപ്പുഴ.